ഹലോ മച്ചാമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിതാ കാത്തിരുന്ന് നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കോപ്പ യൂറോ കപ്പ് അപ്ഡേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്ഡേറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ അപ്ഡേറ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് വന്നേക്കെന്ന് വെച്ചാൽ ഇന്ന് ചറപറ പാക്ക് ഓപ്പണിങ്ങാണ്. അംബാസഡർ പാക്ക് ഇന്ന് സൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ഫ്രീ പാക്കുകൾ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് മച്ചന്മാരെ നിങ്ങൾ തന്നത്. അതുപോലെ എനിക്ക് ഇനിയുള്ള വീഡിയോകൾ മൊത്തം എനിക്ക് സപ്പോർട്ട് തരണം. കാരണം ഇനി അടുത്ത ലാസ്റ്റ് ഒരു 5 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഡെയിലി വീഡിയോ വരുമെന്ന്. പക്ഷേ 5 ദിവസം ഇടാൻ പറ്റില്ല. കാരണം എനിക്ക് കാർ കളക്ഷൻ ഉണ്ട്. അതിൻ്റെ തട്ട് വർക്ക് റൂമിൽ ആയിരുന്നു. അതിൻ്റെ ഡിലേ കാരണമാണ് വീഡിയോ വരായിരുന്നത്. ഇനി എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പാക്ക് ഓപ്പണിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മൾ കോപ്പ യൂറോ കപ്പിൻ്റെ മാച്ച് വന്നിട്ടുണ്ട്. ഇത് കളിക്കാതിരിക്കരുത്. ഇതിൽ 200 കോയിൻ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മിസ്സാക്കരുത്. അതുകൊണ്ട് നിങ്ങളിത് പരമാവധി കളിക്കുക. നമുക്ക് നല്ലൊരു സൂപ്പർ ഞാൻ ഒരു കളി വെച്ച് കളിച്ചു. അത്യാവശ്യം നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളിയാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല. നമുക്ക് പിന്നെ പാക്ക് ഓപ്പണിലോട്ട് കിടക്കാം. നമ്മൾ കാത്തിരുന്ന സാധനമാണ് നമ്മൾ വന്നിരിക്കുന്ന അംബാസഡർ പാക്ക്. അർജൻറ്റീന ഫാൻസുകാർക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഫ്രാൻസ്, പോർച്ചുഗലുണ്ട് കാശ്. ഞാൻ ഓൾറെഡി പോർച്ചുഗൽ ഫാൻസാണ്. പിന്നെ അർജൻറ്റീന എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് മെസ്സി എനിക്കുണ്ട്. എനിക്ക് ബിഗ് ടൈം മെസ്സി ഉണ്ട്. എനിക്ക് ഈ റൊണാൾഡോയുടെ പാക്ക് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ കോയിൻ അതിൻ്റെ നിന്ന് കളിച്ചുണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ഗ്രീസ്മാൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് ഈ മാനേജറിനെ വേണം. ലോങ് കോൾ കൗണ്ടറിൻ്റെ മാനേജറിനെ എനിക്ക് വേണം. കാരണം ഞാൻ പൊസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, കുക്ക് കൗണ്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഈ മാനേജർ കൊണ്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഗ്രീസ്മാൻ ഹോൾ പ്ലെയർ ഗ്രീസ്മാനെ വേണം, ഡെമ്പലിനെ വേണം, ചോമിനിനെ വേണം. അപ്പോൾ ഇവരെയൊക്കെ വേണമെന്നുകൊണ്ട് എനിക്ക് ഈ മാനേജർ എനിക്ക് ഈ പാക്കിൻ്റെ ആവശ്യമുള്ളൂ. ഈ പാക്ക് നമ്മളിന്ന് ഓപ്പൺ ചെയ്യുന്നതാണ്. അതിനുമുമ്പ് നമുക്ക് ഫ്രീ പാക്കുകൾ ആദ്യം ഓപ്പൺ ചെയ്യാം. അച്ഛന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പരമാവധി സബ് അടിക്കണം ഗൈസ്. എൻ്റെ ആഗ്രഹമാണ് 1K അടിക്കണമെന്നുള്ളത്. നിങ്ങൾ പരമാവധി സപ്പോർട്ട്. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. നിങ്ങളിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ മാച്ച് കളിച്ചിടാൻ വേണ്ടി എന്നൊക്കെ സ്ക്രീൻ പ്ലേ ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇനി എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കാർ കളക്ഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് വേണ്ടാന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യണം. നമുക്ക് ഓരോ പാക്ക് കോമ്പിലോട്ട് കിടക്കാം ഗൈസ്. ഇതൊരു ഫ്രീ സ്പിൻ അതിലുണ്ട്. ഇതിലൊന്നും തരത്തില്ല. കാരണം എനിക്ക് കഴിഞ്ഞ ബെർക്കാമിൻ്റെ ഫ്രീ സ്പിന്നില്ലായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്ത് എനിക്ക് ബെർക്കാമിനെ അടിച്ചായിരുന്നു. ഫ്രീ സ്പിന്നിലാണ് അടിച്ചത്. അത് കാരണം എനിക്കിത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രതീക്ഷയില്ല എനിക്ക് കിട്ടുമെന്ന്. പിന്നെ ജപ്പാൻ, അത് പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഇവരുടെ ഒരു സാധനം വരണമല്ലോ. പിന്നെ ഇത് നിങ്ങൾക്ക് വെറുത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിന് നല്ല പ്ലേസ് ഉണ്ട്. 101, 102 റേറ്റിംഗ് എങ്ങോട്ടാണ് പോകും ഡിബ്രോയിനൊക്കെ. ഇനി ഇത് എൻ്റെ ഉള്ള ഒരു കാർഡാണ് ഗൈസ്, നമ്മുടെ വിനീസ് ജൂനിയർ. കാരണം 102 റേറ്റിംഗ് പോകും. നിങ്ങൾക്ക് സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണിത്. നിങ്ങൾ പരമാവധി കറക്കിയെടുക്കുക. കാരണം വേറൊരു കാര്യമുണ്ട്, 33 പ്ലേയേഴ്സിൽ ഇവരൊക്കെ കിട്ടണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. അടുത്ത് നമുക്ക് നോക്കണം അർജൻറ്റീനയുടെ ഫ്രീ, ഫ്രാൻസിൻ്റെ ഫ്രീ. ഇത് ഞാൻ കറക്കുന്നില്ല. കാരണം ഇത് കറക്കുന്നില്ല. ഇത് എനിക്ക് റൂബൻ നെവസിനെ കിട്ടുമായിരുന്നു. ഇനി ഇവർ രണ്ടിനും എനിക്ക് ആവശ്യമില്ല ഇനി. അതുകൊണ്ട് ഇനി എത്ര ദിവസമുണ്ട്? 48 ദിവസമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ആഡ് ചെയ്യാതിരിക്കത്തില്ല. അവർ ഇനി വരാൻ മിക്കവാറും സാധ്യത ഒരു സ്ട്രൈക്കറായിരിക്കും. ബാക്കി എല്ലാ പൊസിഷനിലും വന്നു. ഇനി സ്ട്രൈക്കർ എന്തെങ്കിലും പരിപാടി നമുക്കത് കറക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇവനെ കിട്ടിയിട്ട് കാര്യം എൻ്റെ സ്കോഡിൽ എല്ലാത്തിലും മിഡൊക്കെ സെറ്റാണ്. നമുക്ക് നോമിനേറ്റ് നമുക്ക് ആദ്യം തന്നെ പാക്ക് ഓപ്പണിങ്ങിലിട്ട് കിടക്കാം. മച്ചന്മാരെ, വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഈ പാക്ക് ഓപ്പൺ നമുക്ക് ഫ്രീ സ്പിൻ ആദ്യം കറക്കാം. എനിക്ക് കഴിഞ്ഞ ബെർക്കാമിനെ അടിച്ച രീതിയിൽ ഞാൻ ഒരു ട്രിക്ക് ട്രൈ ചെയ്തായിരുന്നു. നമുക്കത് തന്നെ നോക്കാം. 5 വട്ടം നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ
എനിക്ക് ഇങ്ങനെ 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 ആക്കി പങ്ങാണ്ടാ കിട്ടിയത്. വനാമീ തരുവാണേ, തരണ്ടേ വനാമീ. ഇല്ല ഗായ്സ്, തേച്ചെന്നെങ്ങനെ പറയുന്നത്? പിന്നെ 150 പ്ലേസിന് 100 ഒരു ട്രൈ എടുത്തിട്ട് പിന്നെ തേച്ചെന്ന് പറയുന്നത് അർത്ഥമില്ല. കുഴപ്പമില്ല, ഫേസ്ബുക്കിൽ ഒരു ഫീച്ചറുമായി എടുക്കാം, കുഴപ്പമില്ല. ഇതാരാണ്? കുഴപ്പമില്ല ഫീച്ചറുടെ അറിയില്ലേ, അത് കിടക്കട്ടെ. നമുക്കിനി അടുത്തത് ഏതാ ഇറക്കണ്ടേ? നമുക്ക് അടുത്തത് ഇവനെ തന്നെ ഇറക്കാം, അല്ല അത് ലാസ്റ്റ് ഇറക്കാം. അർജൻറ്റീന പോട്ടെ, അർജൻറ്റീന 2 സ്പിന്നുണ്ട്, അത് കറക്കാം. ഇതിൽ വേണ്ട എനിക്ക് മെസ്സിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ബിഗ് ടൈം മെസ്സി ഉണ്ട്. നമുക്ക് ചുമ്മാ ഇറക്കി വിടാം, സമയം കളയേണ്ട, ലാഗാക്കുന്നില്ല. ഗായ്സ്, നിങ്ങൾ സബ് ചെയ്യണം. എനിക്ക് 1K ആണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പരമാവധി സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ 1K എത്തുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും ഗിവ് അവേ ചെയ്യുന്നതാണ്. സാധാരണ 100 കോയിൻ 200 കോയിനൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗിവ് അവേ. ഇത് മെസ്സി 10 നമ്പർ. പക്ഷേ ഈ മെസ്സിയൊന്നും ഞാൻ കളിപ്പിക്കത്തില്ല ഗൈസ്, കാരണം മെസ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. മെസ്സി ഇതിലും മെസ്സിയുടെ അച്ഛൻ എൻ്റെ ഉണ്ട് 106 റേറ്റിംഗ്. അതുകൊണ്ട് ഈ മെസ്സിനെ നമ്മൾ ഇറക്കേണ്ട ആവശ്യം ഇറക്കത്തില്ല. അർജൻറ്റീന മാച്ചിട്ടൊക്കെ വരുമ്പോൾ അവിടെ ട്രെയിൻ ചെയ്ത് ഇറക്കാം. അടുത്ത ഫ്രാൻസിൽ എൻ്റെ കുറച്ച് ടാർഗറ്റ് ഉണ്ട്. കാരണം ഞാൻ മിക്കതിലും ഫ്രാൻസ് ടീം ഇട്ടാണ് കളിക്കുന്നത്. എൻ്റെ ഫ്രാൻസിൽ കുറച്ച് എപ്പിക് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇത് ടാർഗറ്റ് എംബാപ്പേ അതുണ്ട്, പിന്നെ കിടക്കട്ടെ. സബടിക്കണം ഗൈസ്, എൻ്റെ സ്വപ്നമാണിത്. നിങ്ങൾ പരമാവധി ഇവൻ ആ ബോൾ അടിച്ചിരുന്നെങ്കിൽ അർജൻറ്റീന വേണ്ട, അത് കഴിഞ്ഞ് സ്കിപ്പ് അടിച്ചു വിടാം. ഞാനും ലാഗാക്കണ്ട. ഇവനും കുഴപ്പമില്ല. എനിക്ക് ഈ ഫുട്ബോൾ തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയവനവൻ കൊണ്ടേ. അടുത്തോട്ട് കർണാണ്ടസ് ഉണ്ട്, പക്ഷെ അത് കോൺട്രാക്റ്റ് തീരാറായി കിടക്കുക. ഇനി നമുക്ക് അടുത്ത് പാക്ക് ഓപ്പണിംഗ് ഉണ്ട് ഗൈസ്. നിങ്ങൾ വീഡിയോ മൊത്തം കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ സബ് ചെയ്യണം, അത് മറക്കരുത്. ഞാൻ അത് ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ സബ് ചെയ്യണം, എൻ്റെ ആഗ്രഹമാണ്. ഇതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവനെ കിട്ടണം, ഡിബ്രോയിനെ കിട്ടണം, ആംഗ്രമാൻ റോഡറിനെ കിട്ടണം, പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ കിട്ടുവാണെങ്കിൽ ഇവനെ കിട്ടിയാൽ മതി. CB ഡൊണറുമ അടിപൊളി കളി. എനിക്ക് ഡൊണറുമനെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ വേണ്ട, എനിക്ക് ഡിബ്രോയിനെ മതി. ഇത് ക്രിയേറ്റീവ് ഗെയിമറൊക്കെ ഒരു ഹോട്ട് പ്ലെയറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് അടിപൊളിയാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ കളിപ്പിച്ചത് അടിപൊളിയാണ്. ഇതെങ്ങനെ ഇത് 102 റേറ്റിംഗ് കൊണ്ട് പോകുന്നതാ. നമുക്ക് ആരെ കിട്ടുമെന്ന് നോക്കാം. പച്ച നീട്ടുണ്ട്. ഡ്രീമിലേക്ക് പോകും കൊനാമി. ഫോഡൻ, ഒരു 150 ഫോഡൻ ഉണ്ട് ഇതിൻ്റെ. 100 പോവൻ. ഹോൾ പ്ലെയർ എൻ്റെ ഉണ്ട്, അത് കാര്യമില്ല ഗൈസ്. പക്ഷെ അവിടെ എത്തിച്ച് അതിന് കോയിൻ കറക്കുന്നില്ല. അതിന് നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിലോട്ട് പോകാം. അംബാസഡർ പാക്ക്. ഇത് നമ്മുടെ ടാർഗറ്റ് ഫ്രാൻസ്. ഗ്രീസ്മാൻ 105 106 പോവും. ഞാൻ എടുക്കുന്നത് തന്നെ ഈ മാനേജർക്ക് വേണ്ടിയാണ്. സ്പീഡ് 1 കൂടും, എല്ലാവർക്കും സ്പീഡ് 1 കൂടും. അതുകൊണ്ട്
88 കാരണം ബാക്കിയൊന്നും 88 അധികം ഇല്ല. പിന്നെ 88 ഉള്ളതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും 88 ഇല്ല. കാരണം 88 ഇല്ലെങ്കിൽ ഇവർക്ക് എല്ലാ പ്ലേസിനും റേറ്റിംഗ് കുറയും. ഇത് 87, 86, 87 ഉള്ളൂ. 88 മുതലാണ് പ്ലേസിനൊക്കെ ബൂസ്റ്റ് വരുന്നത്. 88 പിന്നെ പോർച്ചുഗലിൻ്റെ മാനേജറാണ്. ഇപ്പോൾ ഞാൻ പോർച്ചുഗൽ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഒരു 600 കോയിനും കൂടെ കൊടുത്താൽ ബിഗ് ടൈം കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ ഇതെടുത്തതാണ്. ഇതെന്താ ബൂസ്റ്റ്? ഇത് ഫിസിക്കൽ കോൺട്രാക്ട്. അത് വേണ്ട. നമുക്ക് ഫ്രാൻസ് ഓപ്പൺ ചെയ്യാം. ഈ 1500 കോയിൻ പോകുന്നതിൻ്റെ ഒരു വർത്തില്ല. ഈ പാക്ക് ഓപ്പണിങ് ഒരു ഇതില്ല, ഒരു സുഖമില്ല. ഇത് പെട്ടെന്നെല്ലാം കയറും തോന്നതാ. വാ 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 അന്വേഷിച്ചുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സുഖമില്ല. ഈ അന്വേഷണം പെട്ടെന്ന് തീർന്ന പോലെ, എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയ പോലെ. അങ്ങനെ ലോക്കാക്കി. ഗ്രീസ്മാൻ ആദ്യം ലോക്കാക്കി ഇടാം. ബാക്കിയൊക്കെ ഡംബിലും ലോക്കാക്കി ഇടാം. ഈ 3 പ്ലേസിനെ നമുക്ക് ലോക്കാക്കി ഇടാം. അല്ല കമലിൻ്റെ അവൻ അടിപൊളി കഴിവൻ. അപ്പോൾ ഗായ്സ് എല്ലാവരും സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് അടുത്ത ഇതിൻ്റെ ഈ ഫ്രാൻസിൻ്റെ ഈ ടീമിന് വെച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഷെയർ സോൾഡ് ഔട്ടായി. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാം ഗായ്സ്, സബ് ചെയ്യണം. എൻ്റെ 1K എൻ്റെ ലക്ഷ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗായ്സ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ് പോകാൻ പറയട്ടെ. നമുക്ക് ഗ്രീസ്മാനെ ട്രെയിനിങ് കൂടെ ചെയ്യാം. നിങ്ങൾക്ക് കാണണ്ടേ? ആരും പോകരുത്. നമുക്ക് ഗ്രീസ്മാനെ ട്രെയിനിങ് കൂടെ ചെയ്യാം. ഇതാണ് എൻ്റെ സ്ക്വാഡ്. മെയിൻ സ്ക്വാഡ് ഇതാണ്. നമുക്ക് ഗ്രീസ്മാനെ പൊക്കിയെടുത്ത് ഇവൻ്റെ സ്ഥാനത്ത് വെക്കാം. എനിക്ക് ഇവൻ AMFൽ അത്രയും സൂട്ടാകുന്നില്ല. കാരണം ഇവൻ നല്ല ഡിഫൻസ് ചെയ്യും. ആര്? റാഫിൽ ഇവിടെ നടക്കുന്നു. അവൻ വന്നപ്പോൾ നിന്ന് കളിപ്പിച്ച് നോക്കിയത് പുതിയ കിട്ടിയപ്പോഴേ. എവിടെ ഗ്രീസ്മാൻ? അവിടെ ഗ്രീസു കോട്ടായി. ഇവിടെ ആരെടുക്കും? ബെർക്കാമ്പിനെ തട്ടിയാലോ? ബെർക്കാമ്പ് അത് ഇവനെ തട്ടണോ? വേണ്ട, ഇവനെ തട്ടാം. നന്നായി കളിച്ചാൽ മതിയായിരുന്നു. നമുക്ക് ട്രെയിൻ ചെയ്യാം. ഞാൻ പൊത്തി വെച്ചിരിക്കുന്ന ട്രെയിനാണ്. അധികം ആരും കൊടുക്കാതെ വെച്ചിരിക്കുന്ന ട്രെയിനറാണ്. ഇന്ന് ഫ്രാൻസ് ടീം ഒത്തിരി കൊണ്ടുപോകുന്നത്. എന്താ പോട്ടെ, ട്രെയിനർ പോട്ടെ, പവർ വരട്ടെ. ആദ്യം നമുക്ക് ഹോട്ടലിലേക്കിട്ട് കൊടുക്കണോ? ഹോട്ടലിലേക്കിട്ട് കൊടുക്കാം ഗൈസ്. നമുക്ക് ഹോട്ടലിലേക്കിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഇത് കണ്ടായിരുന്നു. ട്രെയിൻ ചെയ്ത് നമ്മുടെ ഹബിലൊക്കെ കയറി നോക്കി ചെക്ക് ചെയ്തതായിരുന്നു. 95 പോവും. സ്പീഡ് ഇച്ചിരി നല്ല ഉണ്ട്. അത്യാവശ്യം ഗ്രീസ്മാൻ്റെ കാളുകൾ വെച്ച് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പീഡ് എക്സ്ട്രാ കൂടെ ഈ മാനേജർ ഇട്ടാൽ നമുക്ക് കൊടുക്കാം. 105 ഉണ്ട് ഗൈസ്. 105. 105. നമുക്കിനി മറ്റേ മാനേജറിനെ ഇട്ട് പുതിയ ഇവരെ വെച്ച് കളിപ്പിക്കുന്ന പുതിയ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ സബ്ബടിക്കണം. എല്ലാവർക്കും ബൈ.